You are like an hour late, dude. മിണ്ടാരടാ. ഇതാ മകൻ. ആ ഡോക്ടർക്ക് കേസ് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയത് എൻ്റെ അളിയന് ചാർജുള്ള പോലീസ് സ്റ്റേഷനില്ല. അവൻ അപ്പം തന്നെ കാര്യം വിളിച്ച് പറഞ്ഞു. അവൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ഡോക്ടർ ആളെങ്ങനെയാ? കൊടുക്കാനുള്ളത് കൊടുത്തപ്പോൾ ആള് നമ്മുടെ സൈഡായി. പക്ഷെ അതല്ല പ്രശ്നം, ആ വീട്ടുകാരാ. അവളുടെ തന്ത ഭയങ്കര ചൂടില്ല. സംസാരിക്കാൻ ചെന്നപ്പോൾ അയാൾ എൻ്റെ നേരെ ചാടിക്കൊണ്ട് വന്നു. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. കാല് പിടിച്ചു നോക്കി. കുറേ നാണം കെട്ടത് മിച്ചം. എന്നെ ചെയ്യാനാ, ഇതുപോലൊരുത്തരുണ്ടായി പോയില്ലേ? അതുണ്ടാക്കുമ്പോൾ അറിയിക്കണം. എന്താടാ പറഞ്ഞേ? ഒന്നുകൂടെ പറയടാ. കൊഞ്ചിച്ച് വഷളാക്കി. ഇപ്പത്തെ കണ്ടില്ലേ, മോൻ വളർന്നപ്പോ ഒന്നാന്തരം ഒരു പെണ്ണുപിടിയനായില്ലേ? അതേം വേണം ഭാഗ്യം. ദാ, ഈ കോളേജിൽ പോകാനും പെണ്ണുങ്ങളായി കറങ്ങാനൊക്കെ ഒരു യോഗം വേണം. അത് ഈ 10ാം ക്ലാസ് പാസ്സാകത്തവർക്കും മനസ്സിലാവില്ല. അതേടാ, ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. പക്ഷെ നിന്റെ പ്രായത്തിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് മുതൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ നീ ഇപ്പൊ തൂർത്തടിച്ച് കളയുന്നത്. അധികം വാചപടിച്ചാണല്ലോ അടിച്ചിട്ടോ. പിന്നെ എന്റെ കൈ മാങ്ങ ഉറക്കാൻ പോകില്ലേ? എന്താടാ പറഞ്ഞ? സാറൊന്നും പറഞ്ഞല്ല. കഴിഞ്ഞോ? ആ, കോമ്പൻസേഷൻ എത്ര കൊടുക്കാന്നാ പറഞ്ഞത്? 25 ലക്ഷം. ഒരച്ഛൻ്റെ അടുത്ത് മകളുടെ മാനത്തിൻ്റെ വിലയാണ് നമ്മൾ പറയുന്നത്. എമൗണ്ട് വലുതായാൽ പോരാ, ഇറ്റ് ഷുഡ് ബി ഹ്യൂജ്. മിനിമം 1 കോടി. അത്രയെങ്കിലും വേണം ഒരച്ഛൻ്റെ കണ്ണ് മഞ്ഞളിപ്പിക്കാൻ. അപ്പൊ സാറിന്റെ ഫീസ്? കോമ്പൻസേഷൻ്റെ 20%, 20 ലക്ഷം. ഓക്കെ. ഡിഡ് യു ടു ഹാവ് സെക്സ്? വാട്ട്? നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന്. യാ, കപ്പിൾ ഓഫ് ടൈംസ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു യോഗ. ഡീറ്റെയിൽ പറയണോ? ഓ, അതെല്ലാം കേൾക്കണമല്ലേ? ഈ കേസുമായി ഇതിനെന്താ ബന്ധം? താൻ ആളെ ഉളാക്കാൻ നോക്കുക. തൻ്റെ ഈ സ്റ്റൈലൊക്കെ കൊണ്ടേ ഈ വക ടീമുകളെ പറ്റിക്കുക. പഠിപ്പുള്ളവരുടെ തികരുത്. ഞാൻ എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്ന ആളാ. സോ ബി വിത്തിൻ യുവർ ലിമിറ്റ്സ്. സാറേ, വേറൊന്നും വിചാരിക്കരുത്. ഇത് ഇറ്റ്സ് ഓക്കെ. ഞാനെന്ന് ഇറങ്ങാം. അഭയ് ഒന്ന് എൻ്റെ കൂടെ വരട്ടെ. എനിക്കിവനോട് കേസിനെ പറ്റി കുറച്ച് സംസാരിക്കണം.